ലൈംഗികാരോപണങ്ങളിൽ ആടിയുലഞ്ഞ താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം മുഴുവൻ ഭരണസമിതിയും രാജിവെച്ചു. നേതൃത്വത്തിൽ താൻ ഇരുന്നപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ മനസ്സ് വേദനിപ്പിച്ചെന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വികാരാധീനനായി മോഹൻലാൽ പറഞ്ഞു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും വരെ നിലവിലെ നേതൃത്വം താൽക്കാലിക ഭരണ സംവിധാനമായി തുടരും. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലും പിന്നീടുണ്ടായ ആരോപണങ്ങളിലും കൂടുതൽ വിശദീകരണത്തിന് തുനിയാതെ വാർത്താക്കുറിപ്പിറക്കി രാജി അറിയിക്കുകയായിരുന്നു അമ്മ എക്സിക്യൂട്ടീവ്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ താരസംഘടന അമ്മ ആടിയുലയുമ്പോഴാണ് ഗത്യന്തരമില്ലാതെ മോഹൻലാൽ ഉൾപ്പെടെ രാജിവെച്ചൊഴിയേണ്ടി വന്നത്. സംഘടനയ്ക്കുള്ളിലെ കടുത്ത ഭിന്നതയും നേതൃത്വത്തിന്റെ കൂട്ടരാജിയിലേക്ക് എത്തിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുന്നതുവരെ കാത്തിരിക്കണമെന്ന് മറ്റു താരങ്ങൾ അഭ്യർത്ഥിച്ചെങ്കിലും കാര്യങ്ങൾ കൈവിട്ടതോടെ മറ്റു മാർഗമില്ലാതായി. ഓൺലൈനിൽ ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിൽ മോഹൻലാൽ വികാരാധീനനായി. 17-അംഗ ഭരണസമിതിയിൽ കൂട്ടരാജി. ഇക്കാര്യത്തിലും ഭിന്നാഭിപ്രായം ഉയർന്നു. ജഗദീഷും ജയൻ ചേർത്തലയും എതിരഭിപ്രായം ഉന്നയിച്ചെങ്കിലും ഒടുവിൽ വഴങ്ങുകയായിരുന്നു. രാജിപ്രഖ്യാപനം വാർത്താക്കുറിപ്പിൽ ഒതുക്കണമെന്നായിരുന്നു ഒരുമിച്ചുള്ള തീരുമാനം. ആരോപണങ്ങളിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്ന ആശങ്കയിലാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കിയത്. ഒളിച്ചോട്ടമല്ലെന്ന എക്സിക്യൂട്ടീവ് അംഗം ജോയി മാത്യു. പൊതുവെ നമ്മളെ രാജ്യത്ത് ഒരു ഭരണസമിതി ഭരണ കേന്ദ്രത്തിൽ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ആരോപണം നേരിട്ടാൽ, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണം, സ്ത്രീകൾക്ക് നേരെ അതിക്രമമൊക്കെ ആരോപിക്കപ്പെട്ടാൽ അവർ രാജിവെച്ചതോടെ തീരുക. പക്ഷേ ഇത് ഞങ്ങൾ വേറെ മാതൃകയാക്കണം. ഭരണസമിതി മൊത്തം ഈ ഒരു ധാർമ്മിക പ്രശ്നത്തിന്റെ പേരിൽ രാജിവെക്കണം. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയ നേതൃത്വം ഉണ്ടാവട്ടെ എന്ന വാർത്താക്കുറിപ്പിൽ മോഹൻലാൽ കുറിച്ചു. 2 മാസത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യുവനിര നേതൃസ്ഥാനത്തേക്ക് വരണമെന്നാണ് പൊതുവികാരം. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ തോമസ് അടക്കമുള്ളവരെ മത്സരിപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട്. 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ കടന്നുപോയത്. അപ്പോഴും താരങ്ങൾക്കെതിരായ ലൈംഗികാരോപണങ്ങളിൽ സംഘടനയ്ക്ക് മറുപടിയില്ല. പുതിയ ഭരണസമിതിയിൽ തലമുറ മാറ്റം ഉണ്ടാകുമോ എന്നതാണ് ഇനി ശ്രദ്ധേയം. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24.